ഇ അഹമ്മദിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം നാഡീമിടിപ്പ് കുത്തനെ താഴുന്ന സമയത്തായിരുന്നു സന്തത സഹചാരിയായ ഷഫീഖ് കലിമ സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് ആശുപത്രി അധികൃതർ എത്തി ഇത് വിലക്കുകയായിരുന്നുവെന്ന് മകൻ നസീർ അഹമ്മദ് വിശദീകരിച്ചു. ഷഫീഖ് അവിടെ നിന്ന് പാക്കൊണ്ട് ഷഹാദ ഓതുന്നുണ്ടായിരുന്നു. ഏതോ ഒരു സമയത്ത് എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിനുള്ള മനസ്ഥിതി ആയിരുന്നില്ല. അവരെ സ്റ്റോപ്പ് ചെയ്തു. അത് എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു അതിനുള്ള ഡിസ്കഷൻ നമുക്ക് നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള നമുക്കൊരു ആഗ്രഹം നമ്മുടെ ഉപ്പാൻ്റെ ഹെൽത്ത്, ഉപ്പാൻ്റെ റിക്കവറി ഇൻഷാല്ലാ എന്നുള്ള ഇതിലാണ് നമ്മുടെ മനസ്ഥിതി. അതിൻ്റെ അപ്പുറം നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. മക്കളെ പോലും കാണാൻ അനുവദിക്കാത്തതടക്കമുള്ള കാര്യങ്ങൾക്ക് ഡോക്ടർമാരുടെ വിശദീകരണം തങ്ങൾക്ക് ഉന്നതതല നിർദ്ദേശമുണ്ടെന്നായിരുന്നു. നിങ്ങളുടെ പിതാവിനോട് ഇത്തരം ക്രൂരമായ രീതിയിൽ പെരുമാറുമോ എന്ന ചോദ്യത്തിനും ഇതേ മറുപടി ഡോക്ടർമാർ ആവർത്തിച്ചുവെന്നും അഹമ്മദിന്റെ മകൾ ഡോക്ടർ ഫൗസിയ പറഞ്ഞു. തുടക്കം മുതൽ നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും അവർക്ക് ഒരു മറുപടി ഉണ്ട്. വി ഹാവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ടോപ്പ്. ഓക്കെ, അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ജൂനിയർ ഡോക്ടേഴ്സാണ്, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ എത്തിക്സ്, മെഡിക്കൽ എത്തിക്സിൽ ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തല ഉയർത്തിയിട്ട് പറയണമായിരുന്നു എനിക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്യില്ല എന്ന്. അഹമ്മദിന് നൽകിയ ചികിത്സയിലടക്കം ഗുരുതരമായ പിഴവുകളുണ്ടെന്ന ആരോപണവും കുടുംബം ഉയർത്തുന്നുണ്ട്. KR സാജു, മീഡിയ 1 കോഴിക്കോട്.